മരിച്ച ബിന്ദുവിന്റെ ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ബിന്ദുവാണ് ഈ ഉള്ളിൽ ആളില്ല, അടച്ചിട്ടിരുന്നതെന്ന് ആവർത്തിച്ച് രണ്ട് മന്ത്രിമാരും പറയുന്നതിനിടെ ആ കെട്ടിട അവശിഷ്ടങ്ങൾക്ക് ഇടയിൽ കിടന്നത്. പിന്നെ 3.25 കാലമുള്ള കട്ടിൽ വരെ ഉണ്ട്. അതിനകത്ത് കട്ട വെച്ച് പൊക്കിയ കട്ടിൽ വരെ ഉണ്ട്. ഞങ്ങൾ പാവത്തങ്ങളാ ഈ മെഡിക്കൽ കോളേജ് ആശ്രയിച്ച് ഞങ്ങൾ വരുന്നത്, നിവർത്തിയില്ലാത്തവരെ. പക്ഷേ ഇവിടെ വന്ന് 10-15 ദിവസം കിടക്കുമ്പം പറയും പിന്നെ ഓപ്പറേഷൻ ചെയ്യാനുള്ള സാധനങ്ങളില്ല എന്നാണ് പറയുന്നത്. ഓപ്പറേഷൻ ചെയ്യുന്നതിനുള്ള സാധനങ്ങളില്ല. ഞങ്ങൾ പുറത്തുനിന്ന് നല്ല എമൗണ്ട് കൊടുത്ത് വാടകയ്ക്ക് എടുത്താണ് ഞങ്ങൾക്ക് ഓപ്പറേഷൻ ഞങ്ങൾ നടത്തിയത് പോലും. ഇപ്പം മകൻ സുരക്ഷിതമായി തന്നെ ഇരിക്കുന്നു. ഓക്കെ, സുരക്ഷിതമായി ഇരിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് കാല് മുറിച്ച് മുട്ടിന് മേപ്പുറം കാല് മുറിച്ച് ഞങ്ങൾ ആ അച്ഛനെയും കൊണ്ട് ഒരു ബെഞ്ചിൽ കൊണ്ടുവന്ന് കിടത്തി 2-3 ആമ്പിള്ളേർ ചേച്ചിയും കൂടി രക്ഷപ്പെടുത്തി വിട്ടപ്പോഴത്തേക്ക് തിരിച്ചു ചെന്നപ്പോൾ ഞങ്ങളുടെ ഒന്നും കിട്ടിയില്ല. ചെരുപ്പ് വരെയും പോയി, ആൾക്കാരുടെ അടിയിലായിപ്പോയി. കട്ടിലോടെ വലിച്ചോണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരെ രക്ഷപ്പെടുത്തിയത്. അങ്ങനെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾ സുരക്ഷിതമായിട്ട് ഇവിടെ ഇരിക്കുമായിരുന്നു. ഓടുമായിരുന്നു. വയ്യാത്ത ഒരു കാര്യം പോയി. കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ ചെയ്തതേ ഉള്ളായിരുന്നു. അങ്ങനെ ഓടുമായിരുന്നു. നമുക്കൊപ്പമുണ്ട് ചേട്ടാ, എന്താണ് സംഭവിച്ചത്? ആ 10:43 എനിക്കത് ഒരു ഓർമ്മ. 10:43 സമയമാകുമ്പോഴത്തേക്കും ഭയങ്കര സൗണ്ടാണ്, മൊത്തം സൗണ്ട്. അപ്പോൾ ആ ഒരു സൈഡ് മുഴുവൻ ഇപ്പം ഞങ്ങൾ 14 പറഞ്ഞത്, ഇവർ 11 താഴോട്ടല്ലേ പോണേ. അപ്പോൾ അതിൽ മൊത്തം സംഗതി മുഴുവൻ ഇടിഞ്ഞിട്ട് ഒരു സൈഡ് കംപ്ലീറ്റ് താഴോട്ട് പതിക്കുന്ന നമ്മൾ കണ്ടത്. അപ്പോൾ അതിനകത്തുനിന്ന് മാക്സിമം അപ്പോൾ ട്യൂബ് ഇട്ടിരിക്കുന്നവരുണ്ട്, ഓക്സിജൻ കൊടുത്തിരിക്കുന്ന രോഗികളുണ്ട്, കാല് വയ്യാത്തവരുണ്ട്, ഇവിടെ കിഴിച്ചിട്ട് ബ്ലഡ് പോകാൻ വേണ്ടി ട്യൂബ് ഇട്ടിരിക്കുന്നവരുണ്ട്. ഇവരെല്ലാം അവിടെ പാനിക്കാണ് മൊത്തം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആരെയൊക്കെ മാറ്റുന്നത്? നമ്മൾ അവന് നടക്കാമെന്ന് ഇപ്പം ഇന്ന് ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞെന്ന് പോലും ഇന്ന് രാവിലെ ചുമയുള്ള കാരണം പിന്നീടാക്കാമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ എല്ലാം മാറ്റിയതിന് ശേഷം രോഗികളുടെ വാക്കുകൾ നിന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകും. മന്ത്രിമാർ പറയുന്നത് പോലെയല്ല യാഥാർത്ഥ്യം. കെട്ടിടത്തിൽ ആരുമില്ല എന്നുള്ളതൊരു സാങ്കേതിക വിശദീകരണം മാത്രമാണ്. അതേ കെട്ടിടത്തോട് ചേർന്ന് തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് തലേന്ന് ഓപ്പറേഷൻ കഴിഞ്ഞവർ, കാല് മുറിച്ചു മാറ്റിയവർ, അങ്ങനെ ഗുരുതരമായ ചികിത്സ തേടി ഇവിടെ എത്തിയ പലരും ആ കെട്ടിടത്തോട് ചേർന്ന് തന്നെ ഉണ്ടായിരുന്നു. പലരും കട്ടിൽ സഹിതം എടുത്ത് ഓടുകയായിരുന്നു കാഷ്വാലിറ്റിയിലേക്ക് ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി. ഈ തകർന്ന കെട്ടിടത്തോട് ചേർന്ന് തന്നെ ഇത്തരം രോഗികൾ കിടക്കുന്നുണ്ടായിരുന്നു, കിടപ്പ് രോഗികൾ ഉണ്ടായിരുന്നു. അത് തന്നെ ഈ രണ്ടും ഒരു ബിൽഡിംഗാണ്, പഴയ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡായിട്ട് ബ്ലോക്ക് പണിതാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് പറഞ്ഞത്. പക്ഷേ നമ്മളിപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് പഴയതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ കാഷ്വാലിറ്റീസ് ഉള്ള ആൾക്കാരൊക്കെ നമ്മൾ അവിടെ കൊണ്ട് വാർഡിൽ കിടത്തുമ്പോഴത്തേക്കും സുരക്ഷിതം എന്ന് പറയുന്ന സംഭവം സുരക്ഷിതം വേണം.